ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ 9ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ വരാൻ പോകുകയാണ്. 9 ആഴ്ചകൾ കഴിഞ്ഞു. അപ്പം 12 പേരാണ് മൊത്തവും ഈ ഒരു ആഴ്ച എവിക്ഷനിൽ വന്നിരിക്കുന്നത്. മുത്തുകുമാർ, സൗന്ദര്യ, റാണവ്, ജാക്കലിൻ, മഞ്ചരി, തർഷിക, പവിത്ര, റയാൻ, രഞ്ജിത്ത്, സത്യ, സാച്ചന, അതുപോലെ തന്നെ ആനന്ദി. 12 പേര്. അപ്പം ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുന്നത് ആരാണെന്നറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. നാളത്തെ ഷൂട്ട് ഒരു ആഫ്റ്റർനൂണോടുകൂടി നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് മലയാളത്തിന്റെയും അതുപോലെ തന്നെ തമിഴിന്റെയും പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും നമ്മൾ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 9ാമത്തെ ആഴ്ചയിൽ ഹോട്ട് സീറ്റിൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് സോണിൽ ഇരിക്കുന്നത് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 പേരെ പറയേണ്ടി വരും. തർഷിക, റയാൻ, രഞ്ജിത്ത്, സത്യ, അതുപോലെ തന്നെ സാച്ചന, ആനന്ദി. അതിൽ സാച്ചനയും ആനന്ദിയുമാണ് ഏറ്റവും കുറവ് വോട്ടുകളോടുകൂടി അവസാനത്ത് നിൽക്കുന്ന. നേരിയ വോട്ടിന്റെ ഡിഫറൻസ് മാത്രമേ ഇവർക്ക് 2 പേർക്കും ഉള്ളൂ. ഇതുവരെയുള്ള വീക്കുകളിൽ പലതവണ സാച്ചനയും ആനന്ദിയും എസ്കേപ്പ് ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരാഴ്ച എസ്കേപ്പ് ആകുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ വോട്ട് കുറവാണ് ഇതിനു മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട്. സാച്ചന ഓർ ആനന്ദി ഒരാൾ സിംഗിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സകല ചാൻസും ഉണ്ട്. ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ബിഗ് ബോസിന്റെ ഒരു താല്പര്യ കണക്കിലെടുത്ത് ചിലപ്പോൾ ഒരാളെ മാറ്റി ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ ആകാൻ സാധ്യതകളുണ്ട്. രഞ്ജിത്ത് ആകാം, റയാനാകാം, സത്യ ആകാം. ആരാണെന്ന് പറയാൻ സാധിക്കില്ല. രഞ്ജിത്ത് അടുത്ത ആഴ്ചത്തിലെ ക്യാപ്റ്റനായിട്ട് ഓൾറെഡി തിരഞ്ഞെടുത്തു. അപ്പം രഞ്ജിത്തിന് ഈ പറയുന്നത് പോലെ അടുത്ത ആഴ്ച ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ 10ാം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് നിൽക്കാൻ സാധിക്കുമോ എന്നും നമുക്ക് നോക്കേണ്ടി വരും. എന്തായാലും സിംഗിൾ എവിക്ഷൻ ആയിരിക്കുമോ എന്നതിനെ കുറിച്ച് ഒരു സംശയമുണ്ട്. കാരണം 9 ആഴ്ചകളായി. ഇനി 10ാമത്തെ ആഴ്ചയാണ്. വളരെ കുറച്ച് ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ. ബട്ട് ബിഗ് ബോസ് തമിഴ് സീസൺ 8 കുറച്ച് ദിവസം കൂടി അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വരുന്നതേ ഉള്ളൂ. ഒഫീഷ്യലായിട്ട് അറിയിപ്പ് വരുന്നേ ഉള്ളൂ. കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു സിംഗിൾ എവിഷൻ നിർത്താനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ അതങ്ങനെ അല്ലെങ്കിൽ ഡബിൾ എവിഷൻ ആകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാകും പുറത്തേക്ക് പോകുന്നതെന്നറിയാൻ നാളെ ഒരു ആഫ്റ്റർനൂൺ സെക്ഷനോട് കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഏതായാലും നോക്കാം. ഇതിപ്പോ ഒരു അൺഒഫീഷ്യൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. തമിഴ് ഓഡിയൻസിന്റെ ഒക്കെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് പറയുന്നത്. അവരുടെ ട്രെൻഡ് തന്നെ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കാരണം ടോപ്പ് 4 നിൽക്കുന്ന സൗന്ദര്യ, റാണവൊക്കെയാണ്. ഇവരൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് അറിയത്തില്ല. ഒരു ഗെയിമോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യുന്നില്ല. ബട്ട് തമിഴ് ഓഡിയൻസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നതെന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്ത് നടക്കാം, നമുക്ക് നോക്കാം. സച്ചന, ആനന്ദിനെയൊക്കെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസൺ തുടങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ ഒന്നും തന്നെ ഇല്ല. ഏത് ആഴ്ചയിൽ എന്നും എല്ലാ ആഴ്ചയിലും എല്ലാവരും പ്രതീക്ഷിക്കും ഈ ആഴ്ച പോകും, അടുത്ത ആഴ്ച പോകും. പക്ഷെ ഇതുവരെയും പോയിട്ടില്ല. പ്രേക്ഷകരെല്ലാം നമ്മുടെ കമന്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും പല ബിഗ് ബോസിന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ലൈവ് കമന്റിലാണെന്നുണ്ടെങ്കിലും പലരും പറയുന്നുണ്ട് സാച്ചന ഈ ആഴ്ച പോകണം, ആനന്ദ് ഈ ആഴ്ച പോകണം. എല്ലാ ആഴ്ചയിലും ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ ഇതുവരെ എസ്കേപ്പ് ആയി വന്നു. ഇനി ഈ ഒരാഴ്ച എസ്കേപ്പ് ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇവരൊക്കെയാണ് ഹോട്ട് സീറ്റിൽ നിൽക്കുന്നത്. ഈ ഒരാഴ്ചത്തെ ഡേഞ്ചറസ് സോണിൽ വരുന്നത് തർഷിക, റയാൻ, രഞ്ജിത്ത്, സത്യ, സാജന, ആനന്ദി. അപ്പൊ നോക്കാം ആരാവും പുറത്തേക്ക് പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.